ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് ചിലപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ആവും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, എന്നെ അവിടെയും ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് ജൂൺ മാസത്തിൻ്റെ മെസ്സേജസ് എന്താ പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനൈ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ്. നമ്മൾക്ക് തുടങ്ങാം. എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ജൂൺ മാസത്തിൻ്റെ ഓവറോൾ എനർജി ജെമിനൈക്ക് വേണ്ടിയിട്ട് 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ ഹൈറോഫാൻറ്റ്, നിങ്ങളുടെ കറൻറ്റ് എനർജിയിൽ ഏസ് ഓഫ് കപ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി കിങ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 3 ആണ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് സോഡ്സ്, ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് 2 ഓഫ് സോഡ്സ്, ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ജെമിനൈ, ഞാൻ കാണുന്നത് ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 6 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു സിറ്റുവേഷനിൽ കുറേ എഫേർട്ട് ഇടണു, പക്ഷേ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒട്ടും ഒന്നും എനർജിയും എഫേർട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പിലാവാം. ഒരു പേഴ്സണിനെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങളാണ് എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്, അവരെ കോൾ ചെയ്യണത്, മെസ്സേജ് ചെയ്യണത്. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു എഫേർട്ടും കാണാനില്ല. അതല്ല വെച്ചാൽ ഒരു ജോലിയിൽ നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യണു, കുറേ മാസമായി, കുറേ കൊല്ലമായി ഒരു പ്രൊമോഷൻ ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യണ മാതിരി ഒരു ബോണസ് ഇല്ല, സാലറിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞ, ഒരു ഇൻക്രിമെൻ്റ് ഒന്നുമില്ല, അതും ആവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ്? ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് 9 ഓഫ് വാൻഡ്സിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അത് ഇവിടെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഗ്രോത്ത് ഉണ്ടാവുന്നത് കുറച്ച് ഡിഫിക്കൾട്ടാണെന്ന്. എന്നുവെച്ചാൽ ഇതൊരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഒരു പേടിയുണ്ട്, അത് ഈ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല, മുമ്പത്തെ മാതിരി അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിച്ചിട്ട് ഈ പേഴ്സണെ കൺഫ്രണ്ടും ചെയ്യണില്ല, എന്താ നടക്കണേന്നൊന്നും ചോദിക്കാണ്ട് നിങ്ങൾ ഈ പേഴ്സണെ അങ്ങനെ തന്നെ എഫേർട്ട് ഇട്ടുകൊണ്ട് പോകണു പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ. പക്ഷേ ഇത് ജോലിയുടെ കാര്യമാണ് വെച്ചാലും നിങ്ങൾക്ക് അറിയാം അത് നിങ്ങൾക്ക് വേറെ ജോലി കിട്ടാൻ ഈസിയാണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ ട്രൈ ചെയ്യാം, വേറെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ സാലറി കിട്ടും. പക്ഷേ ആ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട്, ആ സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചൊരു പേടിയുണ്ട്. എന്നുവെച്ചാൽ അതൊരു പുതിയ ജോലിയായിരിക്കും, അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് നിങ്ങൾ. അപ്പോൾ പാസ്റ്റിൻ്റെ എനർജിയിൽ ഹൈറോഫാണ്ടാണ് ഞാൻ കാണുന്നത്. ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്. ഇതൊരു റിലിജ്യൻ്റെ എനർജിയാണ്, അതല്ല വെച്ചാൽ ഫാമിലി എനർജിയാണ്, ട്രഡീഷൻസിൻ്റെ എനർജിയാണ്. ഇവിടെ ഡെത്ത് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഫാമിലി ലൈഫിൽ. ഇതൊരു പേഴ്സൻ്റെ ഡെത്തിൻ്റെ എനർജിയും ആവാം. പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു ഫാമിലി മെമ്പറിൻ്റെ ഡെത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇത് പാസ്റ്റ് എനർജിയാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല വെച്ചാൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളുടെ ഫാമിലിയിൽ എന്തോ ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട്. മേ ബി ഫിനാൻഷ്യലി ആയിരിക്കാം, അതല്ല വെച്ചാൽ വേറെ എന്തെങ്കിലും മാറ്റമായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും
ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആവാം. അതല്ല വെച്ചാൽ എന്തോ ഒരു ബിട്രിയൽഡ് എനർജിയും ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവുന്ന ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് അതുകൊണ്ട് ആ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മാറ്റം വന്നു എന്നുവെച്ചാൽ അത് ഒബ്വിയസ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷനോ ഇല്ല വെച്ചാൽ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സൻ്റെ ഡെത്ത് ഉണ്ടായി നിങ്ങളുടെ ഫാമിലിയിൽ, അതിലും വലിയൊരു മാറ്റം വരും നിങ്ങളുടെ ഫാമിലി ലൈഫിൽ, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൽ, നിങ്ങളുടെ ഇമോഷണൽ ലൈഫിൽ, അതുമാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ കറണ്ട് എനർജിയിൽ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഒരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ്, ഒരു പുതിയ റൊമാൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇത് 3 of Swords ആണ്. അപ്പോൾ ഇവിടെ ഹാർട്ട് ബ്രേക്കാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തോ പാസ്റ്റിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഈ പുതിയ ബിഗിനിങ് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ എനർജിയും വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടിയും എക്സൈറ്റഡ് ആണ്. ഈ പാസ്റ്റിൻ്റെ റിലേഷൻഷിപ്പോ പാസ്റ്റിൻ്റെ സിറ്റുവേഷന് നിങ്ങളിപ്പോൾ പുറത്ത് വരാൻ തുടങ്ങണു. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി സ്റ്റേബിൾ ഓഫറാണ് നിങ്ങളുടെ ലൈഫിൽ വരണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു ജോലിയുടെ ഓഫറും ആവാം, അതല്ല വെച്ചാൽ ഒരു ലവ് ഓഫറും ആവാം. രണ്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ലവ് തന്നെ വരണം എന്നില്ല. ചിലവർക്ക് ഇത് ജോലി ആയിരിക്കും, ചിലവർക്ക് ഇത് ഫ്രണ്ട്ഷിപ്പ് ആവും, ചിലവർക്ക് ഇത് ഒരു ലവ് റിലേഷൻഷിപ്പ് ആവും. പക്ഷേ എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഹോപ്പ് ഫ്യൂച്ചറിന് എല്ലാം ശരിയാവുന്ന ഒരു ഹോപ്പ് വരണു. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കുറേ സ്റ്റേബിൾ എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ. കുറേ റുട്ടീൻ മാതിരി ഒരു എനർജിയാണ്, പക്ഷേ സ്റ്റെബിലിറ്റി ഉണ്ട്. കുറേ ഹാർഡ് വർക്ക് ഞാൻ കാണുന്നുണ്ട്, കുറേ എഫേർട്ട് നിങ്ങൾ ഇടണത് ഞാൻ അത് കാണുന്നുണ്ട്. 7 of Pentacles ഉണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ? എംപ്രർ. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക, ജോലിയിൽ പ്രോഗ്രസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തെങ്കിലും ഒരു പുതിയ ബിഗിനിങ് ജൂണിൽ ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്ന് അങ്ങനെ ഒരു ഉണ്ടാവും മനസ്സിൽ. അത് എന്തെങ്കിലും ഒരു മാരേജോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഒരു ഫോർമലായിട്ട് എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അത് ഉണ്ടാവും, പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും. ഓക്കെ, എന്നുവെച്ചാൽ കുറച്ച് സ്ലോ മൂവിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വേണ്ട മാതിരി ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാം ജൂണിൽ ഉണ്ടാവണം എന്നില്ല. അത് മെല്ലെ മെല്ലെ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ആ ഗോളിലേക്ക് നിങ്ങൾ എത്താൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 3 ഇത് ക്യാൻസർ എനർജിയാണ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റാണ്. ഈ മാസം കുറച്ച് ഇമോഷണലി നിങ്ങൾക്ക് ചാലഞ്ചിങ് ആണ്. 3 of Wands ഉണ്ട് ഇവിടെ. 3 of Wands ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണ എനർജിയുമാണ്. കുറച്ചൊരു ആങ്സൈറ്റി, ഡിപ്രഷൻ, അതല്ല വെച്ചാൽ കുറേ ഒരു ഫിയറിൻ്റെ എനർജി കാണാണ്ട്. നിങ്ങളുടെ എനർജിയും ഇംബാലൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടിയും ബാലൻസിലാവണം ഈ മാസം. എന്നുവെച്ചാൽ ബാലൻസിലാവില്ല വെച്ചാൽ നിങ്ങൾ കുറേ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയി ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം മെൻ്റലി നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിനെ കൂടുതൽ ഈ മാസം ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ അഡ്വൈസാണ് പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ പേജ് ഓഫ് സോഡ്സ് ഒരു ക്യൂരിയോസിറ്റിയുടെ എനർജിയാണ്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണ എനർജിയാണ്, പുതിയ ബിഗിനിങ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് തരണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒരു പാസ്റ്റ് പേഴ്സണിനെ കുറിച്ച്. ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് എവിടെയോ ഒരു മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനത്തെ അഡ്വൈസാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾക്ക് എന്തോ യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട്, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഈ മാസം കിട്ടാൻ പോകുന്നുണ്ട്. ആ ആൻസേഴ്സ് കിട്ടിയ ഉടനെ, ആൻഡ് ഇത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് ഈ മാസം കിട്ടും. ആൻഡ് അതോടെ നിങ്ങൾക്ക്
മുമ്പോട്ട് പോകാൻ പറ്റും ലൈഫിൽ. എന്തോ ഒരു ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ എനർജിയിലേക്കാണ് നിങ്ങൾ പോകണത്. അപ്പോൾ എന്തോ പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഫൈനലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ജൂൺ മാസത്തിൽ 2 of Swords ആണ് ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ 2 of Swords ഒരു ഇൻഡിസിഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ വേണ്ടേ, ഇവിടെയാണ് പോകണ്ടേ, അവിടെ പോകണ്ടേ, എന്താ ചെയ്യണ്ടേ. അപ്പോൾ ഒരു സ്റ്റാഗ്നൻസി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പക്ഷേ സ്റ്റാർ ഹീലിംഗ് എനർജി. അപ്പോൾ നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇവിടെ തരണത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട് ഗോൾസൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. കിങ് ഓഫ് കപ്സ് ഒരു ഇമോഷണലി ബാലൻസ്ഡ് എനർജിയാണ്, ഒരു വാട്ടർ സൈൻ്റെ എനർജിയാണ് പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇമോഷണലി നിങ്ങളുടെ മനസ്സിൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, കുറേ കൂടി ബാലൻസ് വരും ഈ മാസം. ആൻഡ് നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സണും ഉണ്ട്, ഒരു വാട്ടർ സൈൻ, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം ആണ് 2 of Cups. ഔട്ട്കമ്മിൽ ഞാനൊരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഈ 2 of Cups എന്താണ് ഔട്ട്കം ആയിട്ട് കാണുന്നത്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, ടോറസ് എനർജി. നിങ്ങളുടെ ലവ് ലൈഫ് കുറേ ഒരു സ്റ്റേബിലിറ്റിയുടെ ഡിറക്ഷനിലേക്കാണ് പോകണത്. നിങ്ങൾ മീറ്റ് ചെയ്യണ പേഴ്സൺ കുറേ സ്റ്റേബിൾ ഫാക്ടർ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഈ പേഴ്സണെ നിങ്ങൾ മീറ്റ് ചെയ്യണത് ഡെസ്റ്റിനിയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമിലാണ് വരണത്. ആൻഡ് അതോടെ നിങ്ങൾ പാസ്റ്റിനെ റിലീസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പോകുന്നുണ്ട്. ഓക്കെ, എന്തോ പാസ്റ്റിനെ നിങ്ങൾ റിലീസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ റീഡിങ്. പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഒറക്കിൾ മെസ്സേജ് എടുക്കാം. എന്താണ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് യൂണിവേഴ്സ് തരാൻ നോക്കണേ? മെസ്സേജ് ഇവിടെ വരണത് കമ്മ്യൂണിക്കേഷൻ ഇസ് കീ, ന്യൂ മൂൺ ഇൻ ജെമിനി. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആവും ഈ മാസം. എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ക്ലിയറായി തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്കിത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.